ഭൂമി തരംമാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റം എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. ഓപ്പറേഷൻ കൺവേർഷൻ എന്ന പേരിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ തരംമാറ്റലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒട്ടേറെ പരാതികൾ ഉള്ളതാണ്. ഇപ്പോൾ എന്താണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഷഫീദ്? റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ചില ക്രമക്കേടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ മുതൽ വിജിലൻസ് സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നടത്തിയത്. ഇതിൽ ഭൂമി തരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റവും ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഭൂമി തരം മാറ്റത്തിന് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തി. കൂടാതെ 50 സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭൂമിയുടെ 10% ജലസംഭരണത്തിനായി മാറ്റിവെക്കണമെന്ന ചട്ടം അട്ടിമറിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ഒരു ഏജൻസിയുടെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രം വിവിധ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ 700 അപേക്ഷകൾ സമർപ്പിച്ചതായും കണ്ടെത്തി. ഇടുക്കി റവന്യൂ ഡിവിഷൻ ഓഫീസിൽ 2 ഏക്കറോളം ഭൂമി തുച്ഛമായ തുക ഈടാക്കി തരം മാറ്റിയെന്നും ഇടുക്കി പാലക്കാട് ഓഫീസുകളിൽ 2017 ശേഷം ആധാരം ചെയ്ത വസ്തുക്കളും തരം മാറ്റിയെന്നും കണ്ടെത്തലുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യാപക തുടർ പരിശോധനയ്ക്കാണ് വിജിലൻസ് നീക്കം നടത്തുന്നത്. ഉന്മേഷ്, ശരി, ഏതായാലും വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ ഇപ്പോൾ നൽകിയത്.